ഇന്ന സ്ഥലത്താണ് വേദന. വയറുവേദന ആണെങ്കിൽ വയറ്റിൽ കൈ ഉണ്ടാവും, ചെവി വേദനയാണെങ്കിൽ ചെവി കൈ ഉണ്ടാവും. ഇതിങ്ങനെ മിക്കവാറും സംഭവിക്കാറുണ്ട്. എങ്ങനെയെന്നാൽ ദീൻ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് മുല കൊടുക്കണം. വളരെ വ്യക്തമായിട്ട് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ ഉള്ള 5 സുന്നത്തുകൾ പ്രിയപ്പെട്ടവരെ പഠിച്ചോ. 1, ഇരുന്നു കൊണ്ടാവൽ, വലതു നിന്ന് ആരംഭിക്കൽ, ബിസ്മി ചൊല്ലൽ, വുളു ഉണ്ടായിരിക്കൽ, ഖിബലക്ക് തിരിഞ്ഞിരിക്കൽ. ഒരു കൊച്ചിന് മുല കൊടുക്കുമ്പോൾ 5 സുന്നത്ത് കിട്ടി. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അവൻ അപ്പ കിട്ടിയില്ലേ കുറെ സുന്നത്തുകൾ? ഇരുന്നു കൊണ്ടാവൽ, വലത് കൈ കൊണ്ട് പിടിക്കൽ, അല്പാൽപമായി കുടിക്കൽ, ബിസ്മി കൊണ്ട് ആരംഭിക്കൽ, ഹംദ് കൊണ്ട് അവസാനിക്കൽ, ഇടക്കിടക്കിലേക്ക് നോക്കൽ. ഇതൊക്കെ സുന്നത്താണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ 5 സുന്നത്തിന്റെ കൂലി ആഖിറത്തിൽ അക്കൗണ്ടിലേക്ക് കിട്ടിയെങ്കിൽ ഇതല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ബിസിനസ്? ഇതാണ് ബിസിനസ്. ആഖിറത്തിലേക്കുള്ള അക്കൗണ്ട് കൂട്ടാൻ പറ്റിയ ബിസിനസ് ആണിത്. അപ്പോൾ കിടന്നുകൊണ്ട് ഒരു കുട്ടിക്ക് നിങ്ങൾ പാല് കൊടുത്താൽ ആ കുട്ടിയുടെ വായും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക ട്യൂബ് ഉണ്ട്. ആ ട്യൂബിനെ ശാസ്ത്രം വിളിക്കുന്നത് യൂസ്റ്റേക്കിയൻ കനാൽ എന്നാണ്. ആ യൂസ്റ്റേക്കിയൻ കനാലിൽ ആ പാല് കെട്ടിക്കിടക്കും. വായിൽ പാല് നിറഞ്ഞാൽ അത് നേരെ കനാലിലേക്ക് പോകും, ഇറങ്ങിപ്പോവില്ല, അവിടെ കെട്ടിക്കിടക്കും. 2 ദിവസം ആ പാൽ അവിടെ കെട്ടിക്കിടന്നാൽ, സാധാരണ പശുപാലെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ബാക്ടീരിയ അറ്റാക്ക് ചെയ്ത് ഫെർമെന്റേഷൻ നടന്ന് അത് പുളിച്ച് അണുബാധ ഉണ്ടാക്കും. ഇത് ചെവിയുടെ വായുമായി ബന്ധിപ്പിക്കുന്ന ആ കനാലിൽ ഇത് കെട്ടിക്കിടന്നാൽ അണുബാധ ഉണ്ടാകും. കുട്ടിക്ക് ചെവി വേദന തുടങ്ങും. കുട്ടി ഇങ്ങനെ കരയും. വെളുപ്പിന് 2 മണിക്കും 4 മണിക്കും 5 മണിക്കൊക്കെ നന്നായിട്ട് കരയും. കൊച്ചു കരയുമ്പോൾ തള്ള വിചാരിക്കും വിശന്നിട്ട് കരയുന്നെന്ന്. പിന്നെ ആ കിടന്ന കിടപ്പിൽ തന്നെ പിന്നെയും പാല് കൊടുക്കും. സംഭവം വളരെ ഗൗരവമാകും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് ഇവിടെ കിടത്തണം, 3 ദിവസം കിടത്തേണ്ടി വരും, ആന്റിബയോട്ടിക് കൊടുക്കണം. ആന്റിബയോട്ടിക് ഒക്കെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട്? ഒന്നുകിൽ നമുക്കിത് അറിയാൻ പാടില്ലാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെ വകവെക്കാത്തത് കൊണ്ട്. വിശുദ്ധ ദീനുൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ മസ്അലകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരി ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രല്ല, ഇങ്ങനെ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് കൊണ്ട് ഭൗതികപരമായ ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം അതോടൊപ്പം തന്നെ ആത്മീയപരമായ ഉന്നതിയും കിട്ടുന്നുണ്ട്. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഹനീഫ ഇമാം പറയുന്നു, എന്റെ മാതാവ് എനിക്ക് എപ്പോഴൊക്കെ പാല് തന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് വുളൂ ഉണ്ടായിരുന്നു.